ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ കാസ്കേഡ് ഓഫ് മാത്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ വർഷം നടക്കാൻ പോകുന്ന USS ആൻഡ് ന്യൂ മാത്സ് എക്സാംസിന് വേണ്ടിയുള്ള കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. ഇത് ഞാനൊരു പ്ലേലിസ്റ്റ് പോലെ ഒരു 7-8 വീഡിയോ ആയിട്ടൊക്കെ ഒരു പ്ലേലിസ്റ്റ് ആക്കി ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്ന് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫസ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ ബോട്ടിൽ കണ്ടെയ്ൻസ് 4 ലിറ്റർ ഓഫ് മിൽക്ക്. If we remove 3/4 liters of milk from the bottle successively, how much milk will remain at the last? എന്നതാണ് ക്വസ്റ്റ്യൻ. ചോദ്യം എന്താണ്? ഒരു ബോട്ടിൽ 4 ലിറ്റർ പാലുണ്ട് എങ്കിൽ ആ 4 ലിറ്റർ പാലിൽ നിന്ന് നമ്മൾ തുടർച്ചയായി 3/4 ലിറ്റർ വീതം മാറ്റിയാൽ, തുടർച്ചയായി 3/4 ലിറ്റർ മാറ്റുമെന്ന് വെച്ചാൽ ഓരോ തവണയും മാറ്റുമ്പോൾ 3/4 ലിറ്റർ വീതം നമ്മൾ എടുത്ത് മാറ്റിയാൽ അവസാനം ആ ബോട്ടിലിൽ എത്ര ലിറ്റർ പാല് ബാക്കി വരും എന്നാണ് ചോദ്യം. ഓക്കെ അല്ലേ? അപ്പം ടോട്ടൽ എത്ര ലിറ്റർ ഉണ്ട്? ടോട്ടൽ നമുക്ക് 4 ലിറ്റർ മിൽക്ക് ഉണ്ട് അല്ലേ, 4 ലിറ്റർ പാലുണ്ട്. ഓരോ വട്ടവും നമ്മൾ എത്ര ലിറ്റർ വീതം മാറ്റും? 3/4, അതായത് 3/4 ലിറ്റർ വീതം മാറ്റും ആണല്ലോ. എങ്കിൽ നിങ്ങൾ ഒന്ന് ചെയ്തേ, 3/4 ലിറ്റർ ഞാൻ ഫസ്റ്റ് വട്ടം മാറ്റി, അതുപോലെ പിന്നെ 3/4 ലിറ്റർ ഞാൻ സെക്കൻഡ് വട്ടവും മാറ്റി. അപ്പോൾ 2 വട്ടം 3/4 ലിറ്റർ മാറ്റിയപ്പോൾ തന്നെ എത്ര ലിറ്റർ എടുത്തു നമ്മൾ? 1.5 ലിറ്റർ ഈ എന്തായി 4 ലിറ്ററിൽ നിന്ന് മാറ്റി. 2 വട്ടം എടുത്തപ്പോൾ തന്നെ 1.5 ലിറ്റർ തീർന്നു. ഇനി പിന്നെയും ഞാനൊരു 3/4 ലിറ്റർ മൂന്നാമത്തെ വട്ടം എടുത്തു, അതുപോലെ പിന്നെയും ഒരു 3/4 ലിറ്റർ ഞാൻ എന്ത് ചെയ്തു? 4ാമത്തെ വട്ടവും എടുത്തു. അപ്പോൾ പിന്നെ ഒരു 1.5 ലിറ്റർ പോയല്ലേ, പിന്നെ ഒരു 1.5 ലിറ്റർ എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പം നോക്കിക്കേ, 4 വട്ടം എടുത്തപ്പോൾ തന്നെ മൊത്തം 1.5 + 1.5 3 ലിറ്റർ എന്ത് ചെയ്തു? 4 ലിറ്ററിൽ നിന്ന് നമ്മൾ എടുത്തു മാറ്റി. 4 ലിറ്റർ ഉണ്ടായിരുന്ന പാലിൽ നിന്ന് 4 തവണ 3/4 ലിറ്റർ വീതം മാറ്റിയപ്പോൾ 3 ലിറ്റർ കുറഞ്ഞു. ഇനി 1 ലിറ്റർ ബാക്കി. ഇനി എത്ര ലിറ്ററാണ് ബാക്കി? 1 ലിറ്ററേ ബാക്കിയുള്ളൂ അല്ലേ. ഈ 1 ലിറ്ററിൽ നിന്ന് പിന്നെയും ഞാനൊരു 3/4 ലിറ്റർ എടുത്തു. ഒരു 5ാമത്തെ വട്ടവും കൂടെ ഞാനൊരു 3/4 ലിറ്റർ എടുത്തു. അപ്പം എന്ത് പറ്റി? 1 ലിറ്റർ ഉണ്ടായിരുന്നതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? 3/4 അങ്ങ് കുറച്ചു. അപ്പം നമുക്കറിയാമല്ലോ, 1ൽ നിന്ന് 3/4 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 1/4 ലിറ്റർ. 1/4 ലിറ്റർ എന്ന് പറയുമ്പോൾ 1/4 ലിറ്റർ. അവസാനം 3/4 ലിറ്റർ വീതം നമ്മൾ കുറച്ച് കൊണ്ടുവരുമ്പോൾ അവസാനം നമ്മുടെ കുപ്പിയിൽ എത്ര ലിറ്റർ ബാക്കി കാണും? 1/4 ലിറ്ററേ ബാക്കി കാണത്തുള്ളൂ. ഓക്കെ അല്ലേ കൂട്ടുകാരെ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. ഇനി നമ്മുടെ രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. 1/3 പാർട്ട് ഓഫ് ടോട്ടൽ സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് റൂം ആർ ബോയ്സ്. ഇഫ് ദർ ആർ 32 ഗേൾസ് ഇൻ ദി ക്ലാസ് റൂം, ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ ഇൻ ദി ക്ലാസ് റൂം എന്നാണ് ചോദ്യം. ഒരു ക്ലാസ്സിൽ 32 ഗേൾസും ഉണ്ട്, ടോട്ടൽ സ്റ്റുഡൻറ്റിൻ്റെ 1/3 ഭാഗം ബോയ്സും ആണ്. എങ്കിൽ മൊത്തം എത്ര കുട്ടികൾ ക്ലാസ്സിലുണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ അല്ലേ? നിങ്ങൾ നോക്കിക്കേ, 1/3 ബോയ്സ് ആണെങ്കിൽ ഗേൾസ് എത്ര ആയിരിക്കും? ടോട്ടൽ ആ പാർട്ട് മൊത്തം ഒരു പാർട്ടായിട്ടല്ലേ നമ്മൾ കണക്കാക്കുന്നത്. അപ്പം ആ 1ൽ നിന്ന് 1/3 കുറച്ചാൽ 2/3 ബാക്കിയല്ലേ. അപ്പോൾ 2/3 എന്ന് പറയുന്നതാണ് ഗേൾസ് അല്ലേ. 2/3 എന്ന് പറയുന്നതാണ് ഗേൾസ്. അപ്പോൾ 1/3 പാർട്ട് ബോയ്സും 2/3 പാർട്ട് ഗേൾസും. നിങ്ങൾ നോക്കി, നമുക്കറിയാം ഈ 2/3 പാർട്ട് എന്ന് പറയുന്നത് 32 തുല്യമാണ്. കാര്യം നമുക്ക് 32 ഗേൾസ് എന്ന് തന്നിട്ടുണ്ട് ആണല്ലോ. എങ്കിൽ അവിടെ ടോട്ടൽ സ്റ്റുഡൻസ് എങ്ങനെ കണ്ടുപിടിക്കാന്നല്ലേ? എന്തിൻ്റെ 2/3 ആണ് നമുക്ക് 32? ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ 2/3. അപ്പം ഞാൻ ടോട്ടൽ സ്റ്റുഡൻസിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചാൽ അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഇത് 2/3 × എക്സ് എന്ന് പറയുന്നതാണ് 32 എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമുക്ക് ഈ എക്സ് ടോട്ടൽ സ്റ്റുഡൻറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? 32 × 2/3. ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ റെസിപ്രോക്കലായി 3/2 ആയി മാറും അല്ലേ. 3/2 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 16. അപ്പോൾ 16 × 3 എക്സ് എന്ന് പറയുന്നത് 48. അപ്പോൾ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ആണുള്ളത്? 48 സ്റ്റുഡൻസ് ആണുള്ളത്. ഇനി നിങ്ങളടുത്ത് ബോയ്സിൻ്റെ നമ്പറാണ് കാണാൻ ചോദിച്ചാൽ എന്ത് പറഞ്ഞാൽ മതി? 48ൽ നിന്ന് 32 കുറച്ചാൽ മതി അല്ലേ. ഓക്കെ അല്ലേ കൂട്ടുകാരെ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചോദ്യം എന്ന് നോക്കിയേ. 3/5 part of a tank is filled with water. 60 liter of water is needed to fill the whole tank. How many liters of water will the tank hold? എന്നാണ്. ഒരു വലിയ ടാങ്ക് ഉണ്ട്, അതിൻ്റെ 3/5 പാർട്ട് എന്താണ്, വെള്ളം കൊണ്ട് നിറച്ചു. ഇനി ആ ടാങ്ക് ഫില്ലാവാൻ, അതായത് നോക്കിക്കോ, ഇതാണ് നമ്മുടെ ടാങ്ക്. ഇത്രയും 3/5 പാർട്ട് നമ്മൾ നിറച്ചു. ഇനി ഇത്രയും പാർട്ടും കൂടെ നിറയ്ക്കണം. ഇത്രയും നിറയ്ക്കാൻ നമുക്ക് 60 ലിറ്റർ വെള്ളം കൂടെ വേണം. എങ്കിൽ ആ ടോട്ടൽ ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ അല്ലേ? നമുക്കിതൊന്ന് ചെയ്യാം. എങ്ങനെയാണ്? നമ്മൾ നേരത്തെ ക്ലാസ്സിലെ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ചെയ്ത സെയിം മെത്തേഡാണ്. നോക്കിക്കേ, 3/5 പാർട്ട് ആണ് എന്തായിട്ടുള്ളത്. 3/5 പാർട്ട് ഫിൽഡ് ആണ്, നിറച്ചിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഫ്രാക്ഷൻ വൈസ് ചെയ്യുമ്പോൾ ഒരു ഹോൾ പാർട്ട് എന്ന് പറയുന്നതിനെ നമ്മൾ എപ്പോഴും ഒന്നായിട്ട് എടുക്കാറുള്ളൂ. ഹോൾ പാർട്ട് എന്ന് പറയുന്നത് ഒന്നായിട്ട് എടുക്കാറുള്ളൂ. കാര്യം, ഒരു ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും P/Q ആണ്. അപ്പോൾ ആ ഒരു ഹോൾ പാർട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഡിനോമിനേറ്ററിൽ ആരാണോ വരുന്നത്, അതായത് Q/Q ആയിരിക്കും നമ്മൾ ഒരു ഹോൾ പാർട്ട് ഒന്നായിട്ട് എടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ 3/5 പാർട്ട് ഫിൽഡ് ആണെന്ന് പറഞ്ഞു, നിറച്ചിട്ടുണ്ട്. അപ്പോൾ നിറയ്ക്കാനുള്ളതിന് എത്ര ഭാഗമാണെന്ന് നമുക്കറിയണ്ടേ? അപ്പം നമ്മൾ നോക്കുക, പാർട്ട് നീഡഡ് ടു ബി ഫിൽഡ്, നിറയ്ക്കാൻ വേണ്ടിയുള്ളതെന്ന് പറയുന്നത് ഈ ടോട്ടൽ ഒന്നിൽ നിന്ന്, ഈ നമ്മളെന്താണ് ഫ്രാക്ഷൻ്റെ ഒരു ഹോൾ ഒന്നായിട്ടാണ് എടുക്കുക. ആ ഒന്നിൽ നിന്ന് ഈ 3/5 കുറയ്ക്കുന്ന ഏതാ? ഈ 1 എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചാലോ, ഈ 1 എന്ന് പറയുന്നത് എപ്പോഴും ഇത് കണ്ടോ, ഇതിൻ്റെ ഡിനോമിനേറ്റർ ആരാ? ആ ഡിനോമിനേറ്റർ ആയിരിക്കും. അതായത് ഇപ്പം ഇവിടെ 3/5, ഇപ്പം നമ്മുടെ ഈ 1 എന്ന് പറയുന്നത് 5/5 ആയിരിക്കും. 1 എന്ന് പറയുന്നത് 5/5 ആയിരിക്കും. അതിൽ നിന്ന് നമ്മൾ ഈ 3/5 കുറയ്ക്കും. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 2/5 പാർട്ട് കിട്ടി. അപ്പോൾ ഈ 2/5 പാർട്ടാണ് ഇനി ഫില്ല് ചെയ്യാനുള്ള. പക്ഷേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഫില്ല് ചെയ്യാൻ ഇനി 60 ലിറ്റർ കൂടി വേണമെന്ന്. അതായത് 2/5ൻ്റെ ഒരു ടോട്ടൽ ടാങ്കിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഞാൻ എക്സ് എന്ന് എടുത്താൽ, ആ എക്സിൻ്റെ 2/5 പാർട്ട് എത്ര ലിറ്റർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്? 60 ലിറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ ആ എക്സ് എന്ന് പറയുമ്പോൾ 60 ഇൻറ്റു ഈ 2/5 ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ 5/2 ആവും. എങ്ങനെ? റെസിപ്രോക്കൽ എടുത്ത് പോകുന്നത്. ഓക്കെ അല്ലേ? റെസിപ്രോക്കൽ എടുക്കും. അപ്പോൾ ഈ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 30 എന്ന് കിട്ടും. അപ്പോൾ 30 × 5 150 ലിറ്റർ. 150 ലിറ്റർ. അപ്പോൾ നമ്മുടെ ടോട്ടൽ ടാങ്കിൻ്റെ വാട്ടർ കപ്പാസിറ്റി, അതായത് ടോട്ടൽ ടാങ്കിൻ്റെ വോളിയം എന്ന് പറയുന്നത് 150 ലിറ്റർ ആണ്. ഓക്കെ അല്ലേ കൂട്ടുകാരെ? അപ്പം ഇന്നത്തെ 3 ചോദ്യവും നിങ്ങൾക്ക് ചെയ്ത രീതിയൊക്കെ മനസ്സിലായല്ലോ. അപ്പം എന്ത് ചെയ്യുക, ഇനി ഇതുപോലുള്ള അടുത്ത ചോദ്യങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോസിൽ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ, ബൈ ബൈ.